നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ 2025 ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ വാരഫലത്തെ പറ്റിയാണ് പറയുന്നത്. അശ്വതി, അപകീർത്തി ഒഴിവാക്കുവാൻ അധികാരസ്ഥാനം ഉപേക്ഷിക്കും. വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വന്തമായി പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കും. ഭരണി, പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും ഫലപ്രദമാകും. സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാവുന്നതാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ വേണ്ടിവരും. കാർത്തിക, ജന്മനാട്ടിൽ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുന്നതാണ്. വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും. രോഹിണി, കാർഷിക മേഖലകളിൽ നിന്ന് ആദായം വർദ്ധിക്കുന്നതിനാൽ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി വാങ്ങും. എന്നാൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. മകയിരം, ഭൂമി വാങ്ങുവാൻ കരാർ എഴുതും. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവെക്കാൻ ഇടവരും. മേലധികാരിയുമായോ ഉന്നതരുമായോ വാക്കുതർക്കത്തിന് പോകരുത്. തിരുവാതിര, ഭർത്താവിനോടൊപ്പം താമസിക്കുവാൻ വിദേശ അനുമതി ലഭിക്കും. ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനമാകും. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവെക്കും. പുണർദം, യുക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ജീവിത പങ്കാളിയുടെ നിർദ്ദേശം തേടും. മുൻകോപം നിയന്ത്രിക്കണം. കാരണസഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കപ്പെടും. പൂയം, ദാമ്പത്യ ഐക്യതയും കുടുംബ സൗഖ്യവും മനസ്സമാധാനവും കൈവരുന്നതാണ്. പ്രവൃത്തി മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടം വർദ്ധിക്കും. കീഴ്വഴക്കം മാനിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകും. ആയില്യം, ഉപരിപഠനത്തിൽ ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതിനാൽ മനസ്സന്തോഷമുണ്ടാവും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അന്തിമ നിമിഷത്തിൽ അംഗീകാരം ലഭിക്കും. മകം, സുരക്ഷാ പദ്ധതികളിൽ പണം നിക്ഷേപിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുന്നതാണ്. മനസ്സമാധാനം വർദ്ധിക്കും. കൂടാതെ മത്സര പരീക്ഷകളിൽ വിജയം ഉണ്ടാവുന്നതാണ്. പൂരം, പുതിയ പ്രവർത്തന മേഖലകളിൽ നിന്ന് ആദായം ലഭിക്കും. ഭൂമി വാങ്ങുവാൻ ഇടവരും. ഗ്രഹനിർമ്മാണം തുടങ്ങിവെക്കും. സന്താനങ്ങളുടെ സംരക്ഷണത്താൽ ആശ്വാസം തോന്നും. ഉത്രം, ആത്മീയ കാര്യങ്ങളിൽ മനസ്സമാധാനം കണ്ടെത്തും. വിദ്യയും വിജ്ഞാനവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വിജയത്തിലെത്തുന്നതാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. അത്തം, അനാഥാലയങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനിടവരും. വിദേശയാത്ര പുറപ്പെടും. ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാവുന്നതാണ്. പുതിയ പാഠ്യപദ്ധതിക്ക് ചേരും. ചിത്തിര, ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ പ്രവേശനം ലഭിക്കും. വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവസരോചിതമായി പ്രവർത്തിക്കുന്നതിനാൽ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ചോദ്യം, പരീക്ഷ, ഇന്റർവ്യൂ, വ്യവഹാരം തുടങ്ങിയവയിൽ വിജയിക്കും. കർമ്മരംഗങ്ങളിൽ സാമ്പത്തിക നേട്ടമുണ്ടാവും. ഭാര്യാഭർത്ത ഐക്യതയും കുടുംബസുഖവും ബന്ധുഗുണവും നൂതന ഗ്രഹവാസവും ഉണ്ടാവും. വിശാഖം, വിദേശബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നതിൻ്റെ പ്രാരംഭ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇടവരും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൈവരും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ ഇടവരും. അനിഴം, സഹോദര സഹായ ഗുണത്താൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. കായിക മത്സരങ്ങളിൽ വിജയിക്കും. പൂർവിക സ്വത്തിൽ ഗ്രഹനിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാൻ ഇടവരും. തൃക്കേട്ട, ഏറ്റെടുത്ത പ്രവൃത്തികൾ യഥാസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും. സന്താനങ്ങളുടെ തൊഴിൽപരമായ ഉയർച്ചകളിൽ സന്തോഷവും അഭിമാനവും തോന്നും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. മൂലം, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അധിക ചെലവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങളിൽ നിന്ന് ആദരവ് ലഭിക്കും. പുതിയ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവേശിക്കും. പൂരാടം, പാരമ്പര്യ പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കും. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കും. ഉത്രാടം, കാർഷിക മേഖലകളിൽ നിന്ന് ആദായമുണ്ടാവും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനവും ആശ്വാസവും ഉണ്ടാവും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. തിരുവോണം, സന്താനങ്ങളുടെ ശ്രേയസ്സിൽ അഭിമാനം തോന്നും. കൂടാതെ വിരുന്ന് സൽക്കാരത്തിൽ അധിക ചെലവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകും.
സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ വേണം. അവിട്ടം, കഴിവിൻ്റെ പരമാവധി പ്രയത്നിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗമുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാവും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ്. ചതയം, വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക. സന്താനങ്ങളുടെ ശ്രേയസ്സിൽ അഭിമാനം തോന്നും. വിരുന്നു സൽക്കാരത്തിൽ അധിക ചെലവ് അനുഭവപ്പെടാം. പൂരിരുട്ടാതി, സൽകീർത്തിക്ക് യോഗമുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ഭൂമി ക്രയവിക്രയങ്ങളിൽ പണം മുടക്കും. പിതൃസ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കും. ഉത്രട്ടാതി, അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ അനുകൂലമായ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. പുതിയ വ്യാപാര വ്യവസായങ്ങൾക്ക് തുടക്കം കുറിക്കും. രേവതി, വസ്തു വാഹന ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ചതിൽ ഉപരി സാമ്പത്തിക നേട്ടം ഉണ്ടാകും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.